ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജനപ്രിയ നായകൻ ദിലീപ് തമിഴ് സിനിമാ രംഗത്തേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുകയാണ്. വിജയകാന്തിന്റെ സിനിമയായ രാജ്യം എന്ന സിനിമയിൽ 2002 തമിഴ് സിനിമയിലേക്ക് ദിലീപ് എത്തുന്നത്. അതിനുശേഷം ചെറിയ വേഷങ്ങളിലോ വലിയ വേഷങ്ങളിലോ ആയിട്ട് തമിഴിലേക്ക് ദിലീപ് വന്നിട്ടില്ല. ഇപ്പോൾ അതേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സെയിം കോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് ദിലീപ് ജനപ്രിയ നായകൻ കാലെടുത്ത് വെക്കുകയാണ്. ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്യുന്ന ശിവകാർത്തികേയൻ ചിത്രമായ സേയോൻ എന്ന ചിത്രത്തിലാണ് ദിലീപ് എത്തുന്നത്. ഇത്തവണ നായകനായിട്ടോ സഹതാരമായിട്ടോ ഒന്നുമല്ല, വില്ലനായിട്ട്, ആന്റഗോണിസ്റ്റായിട്ട്, പ്രതിനായകനായിട്ടാണ് എത്തുന്നത്. ഒരുപാട് റൂമേഴ്സും ഗോസിപ്പിനും ഒടുവിൽ ഇത് സത്യമാകുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ശിവകാർത്തികന്റെ അപ്കമിങ് ചിത്രമായ ഈ സേയോൻ, ശിവകുമാർ മുരുകേശൻ എന്ന സംവിധായകൻ എന്ന് പറയുന്നത് തമിഴിൽ തന്നെ ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ ഒരു തായ് കിഴവി എന്നൊരു സിനിമ ഉണ്ട്. രാധിക ശരത് കുമാറാണ് മെയിൻ ലീഡിൽ വരുന്നത്. നല്ല കളക്ഷനും കാര്യങ്ങളും നേടിയൊരു ചിത്രമാണ്. ശിവകാർത്തികൻ തന്നെയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ ശിവകുമാർ മുരുകേശൻ തന്നെയാണ് ശിവകാർത്തികന്റെ അപ്കമിങ് ഫിലിമായ സേയോനും സംവിധാനം ചെയ്യുന്നത്. ഒക്ടോബർ 2026 ഇനിഷ്യലി ഇപ്പോൾ അവർ റിലീസിന് വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അവർ ടൈറ്റിൽ ടീസറും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നാട്ടിൻ പുറത്തെ രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരിക്കുമെന്ന് കണ്ടു നോക്കാം. മാസ് ഉള്ള ഒരു സിനിമയും കൂടെ ആണെന്ന് തോന്നുന്നു. കാരണം ടൈറ്റിൽ ഫിലിംസിൽ അങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് ശിവകാർത്തികനെ. അപ്പോൾ ഈ സിനിമയിൽ ദിലീപിനെ വില്ലനായിട്ട് എത്തിക്കുന്നു എന്നുള്ള സംസാരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഉണ്ടാകും, അടിവരയിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്സുകളും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് സന്തോഷ് നാരായണനാണ്. അപ്പോൾ ഒരു മ്യൂസിക് ഈ ടൈറ്റിൽ ഫിലിംസിൽ ഇട്ടപ്പോൾ ചെറിയ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷ് നാരായണന് എവിടുന്ന ഒരു ചെറിയ കോപ്പിയും കാര്യങ്ങളൊക്കെ എന്തോ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ബട്ട് ബിറ്റ്വീൻ എനിക്കത് ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് കുഴപ്പമില്ല, ഒരു മിഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് സേയോൻ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആണ്. നിങ്ങൾക്കറിയാം, കമൽഹാസന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. കമൽഹാസന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ രാജ്കമൽ തന്നെയാണ് ശിവകാർത്തികന്റെ അമരൻ സിനിമയും പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ദിലീപ് ഒരുപാട് നാളുകൾക്ക് ശേഷം എത്തുന്നു തമിഴ് സിനിമയിലേക്ക്. അതും ശിവകാർത്തികന്റെ വില്ലനായിട്ടാണ് വരുന്നത്. നായകനായിട്ടോ പ്രതിനായകനായിട്ടോ സഹതാരങ്ങളായിട്ടോ അല്ല, വില്ലനായിട്ടോ ഒരു ആന്റഗോണിസ്റ്റ് റോളിലാണ് വരുന്നത്. അപ്പോൾ ദിലീപ് 2002 അവസാനമായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിച്ചത്, അതും വിജയകാന്തിന്റെ കൂടെ രാജ്യം എന്ന സിനിമയിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും ദിലീപിനെ അവർ പോർട്രേറ്റ് ചെയ്യുക? എന്ത് തരം റോളായിരിക്കും ദിലീപിന് കൊടുക്കുക? കൊടൂര വില്ലനിസം ആയിരിക്കും, അതോ നോർമൽ വില്ലനിസം ആയിരിക്കും? അത് എല്ലാവർക്കും താല്പര്യപ്പെടുന്ന ഒരു റോളായിരിക്കുമോ, അല്ല എല്ലാവർക്കും ദേഷ്യപ്പെടുന്ന ഒരു റോളായിരിക്കുമോ? കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ എമർജിങ് ആയിട്ട് വരുന്ന ഒരു ഡയറക്ടർ കൂടെയാണ് ഈ ശിവകുമാർ മുരുകേശൻ. പുള്ളി ആ ഒരു നല്ലൊരു പുള്ളിയുടെ ടാലന്റ് പുള്ളി തമിഴ് സിനിമയ്ക്ക് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു റോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 2026 ഒക്ടോബറിനാണ് ഇനീഷ്യലി അവർ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത്. ഈ സമയങ്ങളിൽ റിലീസ് ചെയ്യുമായിരിക്കും. ഇപ്പൊ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. കാരണം ആ കോസ്റ്റ്യൂമിലാണ് ശിവകാർത്തികൻ ഇപ്പോൾ ഉള്ളത്. ആ താടിയും മുടിയും ഒക്കെ ഉള്ള ആകും. ആൻഡ് ശിവകാർത്തികന്റെ ലാസ്റ്റ് പടം പൊങ്കലിന് ഇറങ്ങിയ പരാശക്തി ഫ്ലോപ്പായിരുന്നു. പരാശക്തിയിൽ ജയം രവി, അഥർവ, ശ്രീലീല എന്നൊക്കെ ഉണ്ടായിരുന്നിട്ടും കണ്ടന്റ് വൈസ് ആയിരുന്നാലും പടം മോശമായതിനാൽ, നെഗറ്റീവായതിനാൽ, റിവ്യൂസും നെഗറ്റീവായി, ബോക്സ് ഓഫീസിലും ഫ്ലോപ്പായിരുന്നു. ആൻഡ് ജനനായകനുമായിട്ട് ചർച്ചയിലിരുന്ന ഒരു സിനിമ കൂടെയാണ്, ഒരുമിച്ച് ഇറങ്ങാനും കൂടെ ഇരുന്ന ഒരു സിനിമ കൂടെയായിരുന്നു. ബട്ട് ജനനായകനെ CBSE ഇഷ്യൂവും കാരണം ഒന്ന് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പരാശക്തിയിൽ GB പ്രകാശാണ് മ്യൂസിക് ചെയ്തത്. മ്യൂസിക്കൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ചില സമയത്തുള്ള BGM നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിൽ ജോസഫ് ഒക്കെ സിനിമയിലുണ്ടായിരുന്നു. ബട്ട് സിനിമ അണഞ്ഞു പോയെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അതിനുശേഷം വരുന്ന ചിത്രം കൂടെയാണ് സേയോൻ. സിനിമ എങ്ങനെ വരും, അല്ലെങ്കിൽ ദിലീപിനെ അവർ എങ്ങനെ പോർട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ദിലീപ് അത് അത്രയ്ക്കും ദിലീപ് ഇത്രയും കാലത്തിന് ശേഷം സമ്മതിപ്പിക്കണമെങ്കിൽ അത് എന്ത് റോളായിരിക്കുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ദിലീപിനെ ഇഷ്ടമുള്ള എല്ലാവരും. ആൻഡ് ദിലീപിന്റെ ആ ഒരു കേസും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഒതുങ്ങി വരികയാണ്. ഇപ്പോൾ ബബ്ബബ്ബ റിലീസ് ചെയ്ത് ബബ്ബബ്ബയിലും ലാലേട്ടനുമായിട്ടുള്ള കോംബോ സീൻസും ഒക്കെ ആയിട്ട് ആരാധകരൊക്കെ ഒരുപാട് ഹരം കൊണ്ട് അഭിനയിച്ച് അല്ലെങ്കിൽ ഹരം കൊണ്ട് ആഹ്ലാദത്തിൽ പോയ ഒരു സിനിമ കൂടെ ആയിരുന്നു ബബ്ബബ്ബ. ആൻഡ് ഇപ്പൊ അവസാനത്തിലേക്ക് ദിലീപ് തമിഴിലെത്തുന്നു. എങ്ങനെയാണെന്ന് കണ്ടറിയാം. എന്നാലും എന്ത് പറഞ്ഞായിരിക്കും ശിവകുമാർ മുരുകേശൻ ദിലീപ് ഉങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർക്ക് പണിതീങ്ങളാന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.